ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഈസിയായ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ സ്റ്റെപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്കും ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പൈപ്പ് ക്ലീനർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ച് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്തെടുക്കണം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം 5 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഞാൻ ഇതിനൊരു അളവ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒന്ന് ചുരുട്ടി തിരിച്ച് പിടിച്ചത് ഇതുപോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഒരു വശം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കടത്തിയെടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ച് ഇതിൻ്റെ ഈ ഒരു രൂപത്തിലാക്കി ചുറ്റിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഒരു പൂവിൻ്റെ ഇതൾ പോലെ ആയില്ലേ? ഇതുപോലത്തെ 5 ഇതളുകൾ വേണം കേട്ടോ നമുക്ക്. ഇനി വീണ്ടും ഒരു പൈപ്പ് ക്ലീനർ എടുത്തതിന് ശേഷം ഇതുപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം 5 cm അടയാളപ്പെടുത്തിയതിന് ശേഷം തിരിച്ച് ഇത് താഴോട്ട് മടക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഉള്ളിലൂടെ ഒന്ന് കടത്തിയെടുത്തതിന് ശേഷം അവിടെ പിടിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വെക്കേഷൻ കുട്ടികൾക്ക് മനോഹരമാക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങളിത് തീർച്ചയായും മക്കൾക്ക് കാണിച്ചു കൊടുക്കണേ. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഇനി നമുക്ക് ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വളരെ സിമ്പിളാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഒരൊറ്റ മടക്കി കൊടുത്താൽ മാത്രം മതി. ലീഫ് ഇവിടെ റെഡി. ഇനി ഇതുപോലൊരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇതുപോലെ മടക്കി ഇങ്ങനെ എടുക്കാം. ഈ ഒരു സ്റ്റിക്ക് മേലാണ് നമ്മൾ ഇതളുകൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവറാക്കി മാറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഈ ഇതളുകളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിനു മുന്നേയായിട്ട് ഈ ഇതളുകളെല്ലാം നമുക്കൊന്ന് വളച്ച് ഒരു ഷേപ്പിലാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്നിങ്ങനെ വളച്ചെടുത്താൽ മതി. എല്ലാ ഇതളുകളും ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് എല്ലാ ഇതളുകളും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഒരു ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്റ്റെമ്മ് നമുക്ക് നല്ല രീതിയിലൊന്ന് ചുറ്റിച്ച് കവർ ചെയ്തെടുക്കാം. ഇത് ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി
നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനുള്ള പോർഷൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ ഈ ഒരു പൈപ്പ് ക്ലീനർ തന്നെ ഉപയോഗിച്ച് വട്ടത്തിലാണ് ഇതുപോലെ ഒരു സാധനം ചെയ്തെടുക്കുന്നത്. ഇത് ഈ ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ ഞാനിത് വെക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനതിന് പകരം ഒരു കുട്ടികളൊക്കെ ഉടുപ്പിൻ്റെ ഒരു ബട്ടൺ ഉണ്ടല്ലോ, അതാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ മഞ്ഞ പൈപ്പ് ക്ലീനർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതാണ് വെച്ച് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇപ്പം എങ്ങനെയുണ്ട് ഫ്ലവർ? അടിപൊളിയായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്.